ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പായൽ നമ്പർ 1ൻ്റെ ഇന്നത്തെ മെയിൻ എനർജി എന്താണ്? ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു. 4 ഓഫ് കപ്സിൻ്റെ എനർജി. Knight of Swords in energy. Eight of Cups in energy വന്നിട്ടുണ്ട്. ബാക്കിൽ വന്നിട്ട് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഫെയർനെസ്, ലോ, കർമ്മയുടെ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ദിവസം കർമ്മ, നമ്മൾ ചെയ്ത പാസ്റ്റ് കർമ്മം, ഓക്കെ, അത് ഈ ഒരു ദിവസം ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. ഓക്കെ, ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് അതുപോലെ തന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു ദിവസം കുറേ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു കണ്ടെൻറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ആത്മസംതൃപ്തി, കുറച്ച് പേർക്ക് മണി ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസിൽ ഒരു ഹീലിംഗ്, പാസ്റ്റിൽ ഒത്തിരി നാളായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്. ഓക്കെ, ആ ഒരു എനർജി ഇന്നത്തെ ദിവസം കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പുതിയ ഓഫർ, പുതിയ എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ മൂഡ് സ്വിങ്സിൽ കുറച്ചൊരു ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 പാത്ത് ഉണ്ടാകാം, 2 ഓപ്ഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മോർ ദാൻ 2 ഓപ്ഷൻസ് ഉണ്ടാകാം. അപ്പോൾ അതിലേത് ചൂസ് ചെയ്യണം, എന്ത് എനർജി ആയിട്ട് കണക്ട് ചെയ്യണം, അതിൽ കുറച്ചൊരു കൺഫ്യൂഷൻ കുറച്ച് പേരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു പേടിയായിരിക്കാം. താൻ ഏത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്, അതിലൊരു കൺഫ്യൂഷൻ, ഒരു എന്താ പറയുക, ഒരു ഫ്രസ്ട്രേഷൻ ചിലവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ അതിൽ കുറച്ചൊന്ന് ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ ഡിറ്റർമിനേഷൻ, തനിക്ക് എന്താണോ വേണ്ടത്, താൻ എന്ത് ഡിസിഷൻസ് ആണോ എടുക്കേണ്ടത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധിശക്തി, ഇൻ്റലിജൻസ് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അതുകൊണ്ടിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രായോഗികമായിട്ടുള്ള എനർജി ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ എംപവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം നിങ്ങളെ ഈ ഒരു ദിവസം കുറച്ചും കൂടെ ബോൾഡായിട്ട് നിങ്ങളുടെ എനർജിയിലിരിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, എഗെയിൻ ഇവിടെ ജസ്റ്റിസ് വന്നിട്ട് ഫെയർനെസ്സിൻ്റെ എനർജിയാണ്. ഫെയർ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആരുടെയും പക്ഷം പിടിക്കാതിരിക്കുക, ആർക്കും ഫേവറിസം കാണിക്കാതിരിക്കുക. ഓക്കെ, എന്താണോ നിയമം, എന്താണോ ലോ പറയുന്നത്, അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേർക്കൊരു അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു കർമ്മ പിന്നീട് നിങ്ങളെ എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയം വന്നിട്ട്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൽ വേണ്ടാത്ത എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് കുറച്ചൊരു ധൈര്യം ആവശ്യമായിട്ടും വരുന്നുണ്ടാകാം. ഓക്കെ, ചില എനർജീസ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രീഡം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ വിഷസ് ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നത്, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇമോഷണൽ എനർജി, വൈകാരികമായിട്ടുള്ള എനർജി, അതുപോലെ തന്നെ ചോയ്സസ്, നിങ്ങളെടുക്കുന്ന എന്താ പറയുക ചോയ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ്
പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പായൽ നമ്പർ 2. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സ്ട്രെങ്ത്തിൻ്റെ എനർജി, ഒത്തിരി കറേജ് കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ തന്നെ ബാക്കിൽ നൈറ്റ് ഓഫ് വോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു മെയിൻ തീമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓക്കെ, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് നിങ്ങളുടെ ഈ ഒരു ദിവസം ബ്യൂട്ടിഫുള്ളായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൽ കൺട്രോളിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിൽ, നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. അതിപ്പോൾ മണി ഫിനാൻസ് ആണെങ്കിൽ പോലും അതെങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യണം, എവിടെയെല്ലാം ഞാൻ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അതിലെല്ലാം കുറച്ചൊരു എനർജി നിങ്ങൾ കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുന്നുണ്ടാകാം. കുറച്ചൊരു ചിയർഫുൾ എനർജി, കുറച്ചൊരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് കുറച്ച് പേര് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരോട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ കുറേ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ചും കൂടെ പ്രിപ്പറേഷൻസ് നടത്താനായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് മടിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ കുറച്ചൊരു ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു എനർജി, മനസ്സ് തുറന്ന് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ എനർജിയിൽ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതും ഈ ഒരു ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വോൺസിൽ വന്നിട്ട് ഒത്തിരി പാഷൻ കാണുന്നുണ്ട്, ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി. അഗെയിൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ, എന്തെങ്കിലും മെസ്സേജസ്, എന്തെങ്കിലും ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, ഓക്കെ, കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ അതിന് ആൻസർ കൊടുക്കാനായിട്ടും ശ്രമിക്കുക. അതും നിങ്ങളെ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ്. കുറച്ചൊന്ന് ചിയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.